സൗദിയിലെ അൽ ഖസീമിൽ വീണ്ടും തണ്ണീർമത്തൻ്റെ വിളവെടുപ്പ് കാലമാണ്. കൊടും ചൂടിൽ ചുവപ്പൻ മധുരവുമായെത്തുന്ന തണ്ണീർമത്തൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തരാണ് സൗദി. കൃഷിക്ക് മികച്ച പ്രോത്സാഹനമുള്ള മരുഭൂമിയിലെ അതിൻ്റെ കാഴ്ചകൾ കാണാം. മരുഭൂമിയുടെ വന്യത പാറിപ്പറന്നു കിടക്കുന്ന സൗദി അറേബ്യയിലെ അൽ ഖസീം പ്രവിശ്യ ഇന്ന് രാജ്യത്തിന്റെ കാർഷിക ഹൃദയഭൂമിയാണ്. മണലാരണ്യത്തിന്റെ കഠിനമായ ചൂടിനോടും പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതി കർഷകരുടെ നിശ്ചയദാർഢ്യവും ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണവും ഒന്നിച്ചപ്പോൾ ഖസീമിലെ മണ്ണിന്ന് തണ്ണീർമത്തനും ഷമ്മാമും പീച്ചും മുന്തിരിയുമെല്ലാം വിളയുന്ന പച്ചപ്പുള്ള കാർഷിക മേഖലയായി. അൽ ഖസീം പ്രവിശ്യയിലെ സാജർ എന്ന പ്രദേശമാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ സമ്മാനിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സാജിറിന് പുറമെ ബുറൈദ, ഉനൈസ, ബക്കേരിയ, മിദ്നബ് എന്നിവിടങ്ങളിലെ ഹെക്ടർ കണക്കിന് മരുഭൂപാടങ്ങളിലാണ് പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് ഈ കൃഷി വിപുലമായി നടക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഈ തോട്ടങ്ങളിൽ ജലസേചനത്തിനായി റഷാഷ് എന്ന കൂറ്റൻ ചക്രങ്ങളോടുകൂടിയ അത്യാധുനിക ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാവുന്ന ഈ സംവിധാനം തോട്ടം മുഴുവൻ കറങ്ങി 24 മണിക്കൂറിനിടെ കൊടും ചൂടിൽ പലതവണ കൃത്യമായി വെള്ളം നനയ്ക്കുന്നു. വിത്തുപാകി 3 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകുന്ന തണ്ണീർമത്തൻ കൃഷിയിലെ വിളവെടുപ്പ് കാലം 6 മുതൽ 7 മാസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. മാർച്ചിൽ ആരംഭിച്ച് ജൂൺ മാസത്തോടെയാണ് വിളവെടുപ്പ് ഏറ്റവും സജീവമാകുന്നത്. കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ബത്തക്ക എന്ന് വിളിക്കുന്ന ഈ പഴത്തിന്റെ പേര് ബത്തീഖ് എന്ന അറബി വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അറബികൾ ഇതിന് ബത്തീഖ് എന്നും ഹബ് എന്നും വിളിക്കുന്നു. മുറിച്ചാൽ ചുവപ്പും മഞ്ഞയുമുള്ള 2 ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായ തണ്ണീർമത്തനിൽ 91% ജലാംശമുണ്ട്. ചൂടുകാലത്ത് ശരീരത്തിനേറെ ഉന്മേഷം നൽകുന്ന ഈ പഴം ദഹനത്തിന് സഹായിക്കുന്നതിനൊപ്പം അമിതവണ്ണം കുറക്കാനും ഹൃദ്രോഗ സാധ്യത ഇല്ലാതാക്കാനും ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ സൗദികളുടെ പ്രഭാത ഭക്ഷണത്തിലും ദൈനംദിനാഹാരക്രമത്തിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. ഏത് പ്രതിസന്ധിയിലും ദൈവഹിതത്തിൽ തൃപ്തിപ്പെടുന്നവരാണ് ഇവിടുത്തെ കർഷകർ. സൗദിയിൽ കനത്ത ചൂടാരംഭിക്കുന്ന ജൂൺ മാസം മുതലാണ് തണ്ണീർമത്തന് വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ തണുപ്പുകാലത്തിന്റെ അവസാനത്തിൽ ഖസീമിൽ ലഭിച്ച അപ്രതീക്ഷിതമായ കനത്ത മഴ വിളവെടുപ്പിനെ ബാധിച്ചെങ്കിലും അത് വിപണിയിൽ വിലവർധനവിന് കാരണമായി. ഖസീമിലെ പാടങ്ങളിൽ നിന്ന് പ്രതിദിനം 40,000-ലേറെ തണ്ണീർമത്തനുകളാണ് ബുറൈദ മാർക്കറ്റിൽ മാത്രം എത്തുന്നത്. പുലർച്ചെയോടെ ആരംഭിക്കുന്ന ലേലം വിളികൾക്ക് ശേഷം സൂര്യോദയത്തോടെ ഇവ ഖസീം പ്രവിശ്യയിലെയും രാജ്യത്തെ മറ്റു നഗരങ്ങളിലെയും പച്ചക്കറി, പഴം മാർക്കറ്റുകളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. സൗദി അറേബ്യയിലെ സ്വദേശികൾ ഇന്ന് വലിയ തോതിൽ കൃഷിയിലേക്ക് തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സൗദി ഭരണാധികാരിയുടെയും കിരീടാവകാശിയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന വിഷൻ 2030 പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതു തന്നെയാണ്. വിപണിക്കാവശ്യമായ വിളകൾ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്.
ഇതിനായി സൗദി മെയ്ഡ് എന്ന പേരിൽ ഒരു പ്രത്യേക ബ്രാൻഡ് തന്നെ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ഓരോ പ്രവിശ്യകൾക്കും കൃഷിക്കായി പ്രത്യേകം ഫണ്ടും കൃത്യമായ പദ്ധതികളും സർക്കാർ അനുവദിക്കുന്നു. കൃഷിക്കാർക്ക് സർക്കാർ നൽകുന്ന പരമാവധി പ്രോത്സാഹനവും സാമ്പത്തിക സഹായങ്ങളും കസീമിലെ മണ്ണിൽ വലിയ ഉൽപാദന വളർച്ചയ്ക്കാണ് വഴി തുറന്നത്. ഇവിടെ കർഷകർ എന്നാൽ പ്രതിസന്ധികളിൽ ഉഴലുന്നവരല്ല, മറിച്ച് കൃഷിയിലൂടെ വൻ ലാഭം കൊയ്യുന്ന കോടീശ്വരന്മാരായ ബിസിനസ്സുകാരാണ്. ഭരണകൂടം അവർക്ക് മികച്ച കൃഷി സഹായങ്ങൾ നൽകുന്നതിനൊപ്പം വിളകൾ വിപണിയിലെത്തിക്കാൻ ലോകോത്തര നിലവാരമുള്ള ചന്തകളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പഴ മാർക്കറ്റായി അറിയപ്പെടുന്ന ബുറൈദയിലെ അതേ വിപണിയിലാണ് ഈ തണ്ണീർമത്തൻ ചന്തയും നടക്കുന്നത്.